Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് the practice and the study of environmentally sustainable computing. Clear? So it is also called as green IT or green ICT. Okay, so it refers to environmentally sustainable computing or information technology. Clear? So the term generally relates to the use of computing resources in conjunction with minimizing environmental impact, maximizing economic viability and utility, and ensuring social duties. അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രോണിക് ഡിവൈസസ്, ICT ഡിവൈസസ്, IT എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രോഗ്രസീവ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്, സോ മെറിറ്റോറിയസ് ആണ്. പക്ഷേ എങ്കിലും there are certain പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദീസ് ഡിവൈസസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയിട്ട് മാറും. പല ഇലക്ട്രോണിക് ഡിവൈസസിലും ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ക്ലിയർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ക്ലിയർ. അതെന്ത് ചെയ്യുന്നു? ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ക്ലിയർ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇതിനൊക്കെ കാരണമായിട്ട് മാറുന്നു. ആളുകളുടെ ഹെൽത്തിനും ഹൈജീനൊക്കെ അത് ബാധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു ആലോചനയാണ്, അങ്ങനെ ഒരു വേ ഓഫ് തോട്ടാണ്, അങ്ങനെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് എന്ത് പറയണത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ക്ലിയർ? സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഹാസ് എമേർജ്ഡ്, ക്ലിയർ, ബിക്കോസ് ഓഫ് ദി തോട്ട്, ക്ലിയർ, ഫോർ ദി an alternative material, clear, or environmental friendly, eco-friendly materials or eco-friendly equipments, okay, or materials used for manufacturing or developing or designing IT or ICT devices. ഇപ്പോൾ ICT അല്ലെങ്കിൽ IT ഡിവൈസസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും, ഹൗ വി ക്യാൻ റെഡ്യൂസ് ഈ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ഹസാർഡസ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ഓവർകം ചെയ്യാം, ഇപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലേ, സുസ്ഥിരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ക്ലിയർ, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് മിനിമൈസ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അത്തരം ഒരു ആലോചനയിൽ എന്തൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആയിരിക്കണം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കണം, നിലവിലുള്ള ICT അല്ലെങ്കിൽ IT എക്യുപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അല്ലേ, അതിൽ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഈ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അല്ലേ ആൾട്ടർനേറ്റ് മെറ്റീരിയൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും മെറ്റീരിയൽസ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് നടക്കണം. ഇങ്ങനെയുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുകയും അതിൻ്റെ ഫലമായി അല്ലേ അതിൻ്റെ ഭാഗമായി എമേർജ് ചെയ്ത് വന്നൊരു ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് കമ്പ്യൂട്ടിംഗ് ഓർ ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് കമ്പ്യൂട്ടിംഗ്, പ്രാക്ടീസിങ് കമ്പ്യൂട്ടിംഗ് ഓർ മാനുഫാക്ചറിങ് കമ്പ്യൂട്ടർ ഡിവൈസസ്, അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസോ അതിൻ്റെ ഡിസൈനോ മാനുഫാക്ചറിങ്ങോ ഒക്കെ ചെയ്യുന്നു, അതിൻ്റെ ഉപയോഗവും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു ഗ്രീൻ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ട്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ട് അല്ലേ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ട് ക്ലിയർ, അതിനെന്ത് പറയുന്നു, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ക്ലിയർ? അപ്പം ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, so minimizing environmental impact, so we are ultimately aiming to minimize the environmental impact. Clear? പരിസ്ഥിതിക്ക് വരുന്ന ദോഷത്തെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ക്ലിയർ? ദെൻ മാക്സിമൈസിങ് യൂട്ടിലിറ്റി, നമ്മുടെ എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലിറ്റി കിട്ടും. ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ച് പെട്ടെന്ന് കേടുന്നു, യൂസ് ആൻഡ് ത്രോ അല്ലേ, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ എക്കണോമിക് യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അല്ലേ, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടുതൽ ഡ്യൂറേഷൻ അല്ലേ, നമ്മളിപ്പോൾ ബാറ്ററിയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ബാറ്ററി ലൈഫ് കൂടുതലുള്ള അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് വളരെയധികം കൂടുതലുള്ള ഡിവൈസിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്താ കാരണം,
അതർവൈസ് ഈ ബാറ്ററി ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, സെൽ ഫോണിലാണെങ്കിൽ സ്മാർട്ട് ഫോണിലാണെങ്കിൽ ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ത് ചെയ്യേണ്ടി വരും അല്ലേ, നമ്മൾ ത്രോ ഔട്ട് ചെയ്യേണ്ടി വരും. ഈ ത്രോ ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം സോയിലിൽ ഫില്ലായിട്ട് വരും. അതിലൊക്കെ എന്തുണ്ടാവുന്നു, ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ദാറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ എൻഷുറിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർ സോഷ്യൽ ഡ്യൂട്ടി അല്ലേ. ഒരു കമ്പനി ആയിക്കോട്ടെ, യൂസേഴ്സ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളായിക്കോട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എന്താണ് സോഷ്യൽ ഡ്യൂട്ടി അല്ലേ? നമ്മുടെ സൊസൈറ്റിയുടെ സാങ്ക്ടിറ്റി നിലനിർത്തുക അല്ലേ. ആ നിലനിർത്തണമെങ്കിൽ, ആ ഡ്യൂട്ടി പെർഫോം ചെയ്യണമെങ്കിൽ, സോഷ്യലി റെസ്പോൺസിബിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് ഇമ്പാക്റ്റ് കുറയ്ക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്നു അല്ലേ. അത്തരത്തിലുള്ള പ്രോഡക്റ്റ് മാത്രം വിൽക്കേണ്ടതും മാനുഫാക്ചറിങ് ചെയ്യേണ്ടതും ഡിസൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ വരാവുന്ന കോൺസെപ്റ്റുകളെ ജനറലായിട്ട് കോമൺ ആയിട്ട് പറയുന്ന ടേമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ് ആൻഡ് associated subsystems such as monitors, printers, storage devices, networking equipments or devices, and that is communication systems, etc., efficiently and effectively with a minimal or no impact on the environment. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ് ചെയ്യുന്നത്? സോ ഇറ്റ്സ് ഫോക്കസസ് ഓൺ ക്ലിയർ the reduction of environmental impact. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡിസൈനിങ്. എവിടെ തൊട്ട് തുടങ്ങണം? ഡിസൈൻ ഓഫ് പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലേ, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ, മാനുഫാക്ചറിങ് അല്ലേ. മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴും അല്ലേ കുറേ ഇൻഡസ്ട്രി വന്നു, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ നിശ്ചയിക്കുക. ക്ലിയർ? അപ്പോൾ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡംപിങ് വരുന്നു, ഈ വേസ്റ്റ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസിങ് ദെൻ ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ, ക്ലിയർ? ഉപയോഗം കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എങ്ങനെ പാലിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള സ്റ്റഡി ആൻഡ് പ്രാക്ടീസ്. ദെൻ സെർവേഴ്സ്, ദെൻ കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, അസോസിയേറ്റഡ് subsystem. The associated subsystem are the all the accessories, clear? All the ingredient parts and external parts, clear? External devices that are associated and connected with the computing technology, clear? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാം വരും അല്ലേ. പ്രിൻ്റർ ആയിക്കോട്ടെ, മറ്റുള്ള ഡിവൈസുകളായിക്കോട്ടെ, നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിക്കോട്ടെ, ഫോണുകളായിക്കോട്ടെ, സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ക്ലിയർ? ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം തന്നെ പറയുന്നത്. ക്ലിയർ? വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്ട്. ക്ലിയർ? ദെൻ green computing is also defined as a study of designing, manufacturing and engineering using and disposing of computing devices in a way that reduces their environmental impact. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അല്ലേ, ഒരു ഡെഫിനേഷൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും ചെയ്ത് പറയാം അല്ലേ. ദിസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ study of designing, manufacturing, engineering and using, disposing of computing devices, clear, in a way that will reduce environmental impact കുറയ്ക്കുന്ന രീതിയിൽ ഈ രീതിയിൽ ചെയ്യും. ക്ലിയർ? ഇത് കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല, ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഡിവൈസിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് തന്നെ അറിയാൻ പറ്റും. എനർജി റേറ്റിംഗ്, സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളൊരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എനർജി ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ എനർജി റേറ്റിംഗ് ഉള്ള, ഹൈ എനർജി റേറ്റിംഗ് ഉള്ള, അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതിന് കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷേ എങ്കിലും എന്ത് ചെയ്യുന്നു, ദാറ്റ് വിൽ റെഡ്യൂസ് അവർ കോസ്റ്റ് അൾട്ടിമേറ്റ്ലി. ക്ലിയർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ് ആയിക്കോട്ടെ അല്ലേ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, മറ്റുള്ള ഡിവൈസുകളായിക്കോട്ടെ അല്ലേ, അതുപോലെ തന്നെ ടെലിവിഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്തുണ്ട്, അതായത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്ന തരത്തിലാണ് പുതിയ ഡിവൈസസും ടെക്നോളജിയൊക്കെ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റേറ്റിംഗ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണെന്ന് വിചാരിക്കുക അല്ലേ, ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസ് ഒക്കെയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അതിലൊക്കെ എന്തുണ്ട്, എനർജി റേറ്റിംഗ് ഉണ്ട്, സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അല്ലേ. 1 star, ക്ലിയർ,
2 star, okay, 3 star, okay, ചിലപ്പോൾ 4 star ആൻഡ് 5 സ്റ്റാർ അല്ലേ. 6 സ്റ്റാർ ഉണ്ടോ ഇല്ല, 5 സ്റ്റാർ വരെയാണ് നമുക്ക് സാധാരണ എനർജി റേറ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈലി എനർജി എഫിഷ്യൻ്റ് ആണ്. ക്ലിയർ. അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് വരുന്നില്ല, അധികം ഇലക്ട്രിസിറ്റി കൺസ്യൂംസ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസും ബാറ്ററി സിസ്റ്റം ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. ക്ലിയർ. 5 സ്റ്റാർ റേറ്റിംഗ് അല്ലേ. ഫ്രിഡ്ജിന് നമ്മൾ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെങ്കിൽ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ. പക്ഷെ അത് 1 സ്റ്റാറോ 2 സ്റ്റാറോ ആണെങ്കിലോ എമൗണ്ട് കുറയുകയും ചെയ്യും. ക്ലിയർ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, ടെക്നോളജിയിൽ ചെറിയൊരു അഡ്വാൻസ്മെൻറ്റ് ചെയ്തിട്ട് എനർജി കൺസംഷൻ കുറയ്ക്കും. എന്തിനാണ് ഇങ്ങനെ കുറയ്ക്കുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും തോറും ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടും. ഇലക്ട്രിസിറ്റി കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക നമുക്കറിയാം അല്ലേ. ഇപ്പോൾ തെർമൽ പവർ ഉണ്ട് അല്ലേ, മറ്റുള്ള തരത്തിലുള്ള ന്യൂക്ലിയർ പവർ ഉണ്ട്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ തെർമൽ പവർ ആണെങ്കിൽ കോൾ നമ്മൾ ബേൺ ചെയ്യണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആണ് അല്ലേ. കോള് അല്ലെങ്കിൽ കൽക്കരി നമ്മൾ കത്തിക്കുന്ന സമയത്ത് പുക വരുന്നു അല്ലേ. അല്ലെങ്കിൽ ഡീസൽ കത്തിച്ചിട്ട് നമ്മൾ NTPC ഒക്കെ ഡീസൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്, അവരത് കത്തിച്ചിട്ടാണ്, ഡീസൽ കത്തിച്ചിട്ട് ബേൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡീസലാണ്. ഇങ്ങനെ പലതും ബേൺ ചെയ്ത് തെർമൽ പവർ ഉപയോഗിക്കുമ്പോഴൊക്കെ എന്ത് വരും, അവിടെ എനർജി പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം വരാം. ക്ലിയർ. സ്മോക്കും എയർ പൊല്യൂഷനും ലാൻഡ് പൊല്യൂഷനും ഒക്കെ കാരണമായിട്ട് വരാം. ക്ലിയർ. അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ഡിസ്പോസൽ അതൊക്കെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. സോ ഈ രീതിയിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊണ്ടുവന്നിരിക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ പുതിയ ലാപ്ടോപ്പൊക്കെ ആകുമ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇപ്പോഴൊക്കെ നിർമ്മിക്കുന്നത്. നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ അല്ലേ, നേരത്തെ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ എന്താ എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. ബാറ്ററി ലൈഫ് കൂടുന്ന തരത്തിലുള്ള ടെക്നോളജി, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി, വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജി, ഈ രീതിയിലാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒക്കെ വരുന്നത്. ക്ലിയർ. സോ ഓൾ ദീസ് ഇനിഷ്യേറ്റീവ്സ് ആർ ക്ലിയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ഡിവൈസസ് മാത്രമല്ല, അതുമായി ആൻസിലറി ആയിട്ട് വരുന്ന ക്ലിയർ അനുബന്ധിച്ച് വരുന്ന എല്ലാ തരത്തിലുള്ള ഡിവൈസുകളുടെയും എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഡിസൈൻ മുതൽ യൂസ് മുതൽ അതിൻ്റെ ഡിസ്പോസൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് പ്രതിപാദിക്കുന്നുണ്ട്. ക്ലിയർ. So green computing is a study and practice of efficient and eco-friendly computing resources, and it is now under the attention of not only the environmental organizations but also of business from other industries. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, ഓർഗനൈസേഷന് മാത്രമല്ല, ബിസിനസ് ഫേംസിന് എല്ലാവർക്കും ഇത് എന്തായിട്ട് മാറുന്നു, ഇറ്റ് ബിക്കം a concern, it become an area of attention for all the people and all the stakeholders. Clear. Then so green computing indicates and practices came into being in 1992. Clear. So green computing ennulla concept and practice varunna 1992 ആ പീരീഡിലാണ് ഇത് തുടങ്ങുന്നത്. When Environmental Protection Agency EPA has launched the എനർജി സ്റ്റാർ പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ, എനർജി സ്റ്റാർ പ്രോഗ്രാം എന്നുള്ളത് ഒരു പ്രോഗ്രാം 1992 ലോഞ്ച് ചെയ്യുന്നത്. ക്ലിയർ. സോ ഹു ഹാസ് ലോഞ്ച് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA. സോ എനർജി സ്റ്റാർ ഈസ് എ വോളണ്ടറി ലേബലിംഗ് ക്ലിയർ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊമോട്ട് ആൻഡ് recognize energy efficiency in monitors. Clear. Then equipments, clear, climate control equipment and other technology. അപ്പോൾ എയർ കണ്ടീഷണർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള ഡിവൈസുകളായിക്കോട്ടെ, മോണിറ്റർ അല്ലെങ്കിൽ CRT, നേരത്തെയൊക്കെ CRT ആയിരുന്നു അല്ലേ, CRT ഡിസ്പ്ലേ അല്ലെങ്കിൽ CRT മോണിറ്ററിൻ്റെ പ്രത്യേകം എന്താ, കാഥോഡ് റേ ട്യൂബ് ആകുമ്പോൾ പിക്ചർ ട്യൂബ് വഴിയാണ് ചെയ്യുന്നത് അല്ലേ, വളരെ കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. ഇപ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് LED ആണ് വരുന്നത് അല്ലേ, LCD ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റുന്നു. ക്ലിയർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എനർജി സ്റ്റാർ റേറ്റിംഗ്. ക്ലിയർ. സോ എനർജി സ്റ്റാർസ് കൊടുക്കുന്ന ഒരു ഏർപ്പാട്, ദാറ്റ് ഈസ് കോൾഡ് എനർജി സ്റ്റാർ റേറ്റിംഗ്, ആൻഡ് it came into being in 1992. Clear. As per the recommendation of Environmental Protection Agency. So ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് അല്ലേ,
പാലിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്? സോ ദ ഗ്രീൻ IT includes the dimensions of environmental sustainability. Clear? Environmental sustainability നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നു. ക്ലിയർ? ഒരു സുസ്ഥിരമായിട്ടുള്ള പരിസ്ഥിതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് എനർജി എഫിഷ്യൻസി, എനർജിയുടെ യൂട്ടിലൈസേഷൻ കുറച്ചുകൊണ്ട് എക്കണോമിക്സ് അല്ലെങ്കിൽ അതിൽ നമുക്ക് എഫിഷ്യൻസി കൈവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ വെറുതെ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ പർച്ചേസ് പ്രൈസ് എന്നതിലുപരി എന്തായിട്ട് മാറുന്നു? സോ ദ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് includes cost of disposal, cost of recycling, cost of the product. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ആയിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ദാറ്റ് ഈസ് വാങ്ങിക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എന്തൊക്കെ കൂടെ ചേർന്നതായിരിക്കണം? അത് അതിൻ്റെ വില മാത്രം വിലയ്ക്ക് പുറമെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള, അതിന് റീസൈക്ലിംഗ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇതിനെ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയും. ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കത് പറയാം. അപ്പോൾ ഈ രീതിയിൽ ഒരു ചേഞ്ച് വരുന്ന കോൺസെപ്റ്റാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എൻവയോൺമെൻറ്റ് ടുഡേ ഈസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷൻ. ക്ലിയർ? ഇതൊക്കെ നമ്മൾ നേരിടുന്ന എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് ആണ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായി നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഓരോ വർഷം കഴിയുന്നതോറും സമ്മർ സീസണിൽ പ്രത്യേകിച്ച് ടെമ്പറേച്ചറിൻ്റെ ആധിക്യം 1 ഡിഗ്രി 2 ഡിഗ്രി വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്താവും? അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു? ക്ലിയർ? അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നു. എന്താണ് പ്രധാനമായിട്ടും വരുന്ന റീസൺ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. ക്ലിയർ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണിക്കുന്നത് എന്താ? സോ അബൌട്ട് 98% ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ഡയറക്ട്ലി അട്രിബ്യൂട്ടഡ് ടു ദി എനർജി കൺസംഷൻ. അത് ഫോസിൽ ഫ്യൂവലിൻ്റെ കൺസംഷൻ ആയിട്ടുള്ള ഡീസൽ, പെട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ കൺസംഷൻ്റെ ഫലമായിട്ടായിക്കോട്ടെ, വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിക്കോട്ടെ. ക്ലിയർ? ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 98%. ക്ലിയർ? നമ്മൾ ഈ എനർജി പ്രൊഡക്ഷൻ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓസോൺ ഡിപ്ലീഷന് കാരണമാവുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? CFC എന്ന് പറയും. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? സാധാരണഗതിയിൽ നമ്മൾ ഹോം അപ്ലയൻസ്, ഫ്രിഡ്ജ് അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ഇതൊക്കെ വളരെ കൂടുതൽ CFCs പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? അത് നമ്മൾ എഫിഷ്യൻ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ, എനർജി എഫിഷ്യൻ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ, ടെക്നോളജിക്കലി എഫിഷ്യൻ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ക്ലിയർ? സോ ഗ്രീൻ IT products, green applications, green IT services and green practices is the economic and environmental necessity and our social responsibility and so for social sustainability. നമ്മുടെ social responsibility fulfill ചെയ്യാനും അതുപോലെ തന്നെ social sustainability ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഒരു നെസസിറ്റി ആയിട്ട് ഇത് മാറുന്നു. ഓക്കെ, so why green computing is required? Clear? So following are the reasons. Number 1, personal computer and electronic devices consumes a large amount of energy on electricity every day. Clear? That is environmental impact ചെയ്യുന്ന തരത്തിൽ വളരെയധികം കൺസംഷൻ. ക്ലിയർ? എന്തിൻ്റെ എനർജി കൺസംഷൻ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസും ഇലക്ട്രിക്കൽ ഡിവൈസും വളരെ അധികം നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണല്ലേ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ക്ലിയർ മോഡേൺ പീരീഡിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എങ്ങനെ നമുക്കിതിനെ എനർജി എഫിഷ്യൻ്റ് ആക്കി മാറ്റാം, പ്രോഡക്റ്റ് ഡിസൈൻ ഗ്രീൻ ആക്കി മാറ്റാം. ക്ലിയർ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദെൻ നമ്പർ 2, most of the computers and electronic devices produce a lot of heat which causes emission of carbon dioxide. മിക്കവാറും കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, കുറേ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവുന്നുണ്ട്. അതിലൂടെ എന്തുകൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ്
നമുക്ക് എമിഷൻസ് വരുന്നു. ക്ലിയർ. ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിലോ ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നു. ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവും. ക്ലിയർ. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇനിഷ്യേറ്റീവ് ആവശ്യമാണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല. ദെൻ using computers and its resources generate a lot of hazardous waste which are really damage to our environment. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഡാമേജ് വരുത്തുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ്, അല്ലേ, നമ്മൾ നേരത്തെ ഈ വേസ്റ്റിൽ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ. എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ നോക്കി, അല്ലേ. ലെഡ് ആവും, മെർക്കുറി, ക്രോമിയം, അല്ലേ, കാഡ്മിയം, ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസും ഉണ്ട്. ദെൻ assembling of computer and its product releases heavily use of toxic chemicals for electrical insulation, soldering and fire production, etc. Clear. പലപ്പോഴും അസംബ്ലിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്ത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് വളരെയധികം സോൾഡറിങ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ എന്തുപയോഗിക്കാം? നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിക്കേണ്ടി വരും, അല്ലേ. സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് എമിഷൻസ് വരാം, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും ഗ്യാസൊക്കെ എമിഷൻസ് വരാം. ക്ലിയർ. അപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടൊക്കെ റീസൺസ് ഉള്ളത് കൊണ്ടാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ. സോ ഫോർ അഡ്രസ്സിങ് ദീസ് ഇഷ്യൂ, ക്ലിയർ, ആൻഡ് ഫോർ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി, ക്ലിയർ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സോ ഫോളോയിങ് അവർ കോംപ്ലിമെൻ്ററി കമ്പോണൻറ്റ്. ക്ലിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എലമെൻറ്റ്സ് എന്തൊക്കെയാണത്? നമ്പർ 1 ഈസ് ഗ്രീൻ യൂസ്. ICT ഡിവൈസും കമ്പ്യൂട്ടറും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഡിവൈസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഗ്രീൻ യൂസ് ചെയ്യുക. ക്ലിയർ. സോ വാട്ട് ഈസ് ഗ്രീൻ യൂസ്? സോ ഗ്രീൻ യൂസ് മീൻസ് യൂസിങ് resources in such a way that it reduces the usage of hazardous material. ക്ലിയർ. വളരെ കുറച്ചോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തരത്തിൽ എന്ത് ചെയ്യുക? എക്യുപ്മെൻറ്റ്സും ഡിവൈസുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗ്രീൻ യൂസ്, അല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യുക? എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ മാത്രം ഉപയോഗിക്കുക. ക്ലിയർ. എനർജി എഫിഷ്യൻ്റ് അല്ലാത്ത ഡിവൈസുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുക, അത് വാങ്ങിക്കാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ മാത്രം വാങ്ങിക്കുക. ക്ലിയർ. യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന തരത്തിലുള്ളത് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ഗ്രീൻ യൂസിൽ പെടുന്നതാണ്. ഗ്രീൻ ഡിസ്പോസൽ, അല്ലേ. ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന് വേറൊരു പ്രധാനപ്പെട്ട ഘടകം, അല്ലേ. സസ്റ്റൈനബിലിറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗ്രീൻ ഡിസ്പോസൽ ആവശ്യം. എന്താ ഗ്രീൻ ഡിസ്പോസൽ? ഈ ഇലക്ട്രോണിക് ഡിവൈസസ് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ, എക്കണോമിക് ലൈഫ് കഴിയുമ്പോൾ അതിനെ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത്, അല്ലേ, അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഹൗ ടു ഡിസ്പോസ് ഇറ്റ്, അല്ലേ. വെറുതെ ലാൻഡ് ഫില്ലായിട്ട് നമ്മൾ മണ്ണിൽ വലിച്ചെറിയുന്നതിന് പകരം, അല്ലേ, അതിന് എന്ത് ചെയ്യണം? ഹൗ ടു ഡിസ്പോസ് ഇറ്റ്. അപ്പോൾ ഡിസ്പോസലിന് പ്രോട്ടോക്കോൾ വേണം, അല്ലേ. ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. അതിനെ പ്രൊക്വയർ ചെയ്യണം. സെൻട്രലൈസ് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, അല്ലേ. ഇപ്പോൾ ഈ വേസ്റ്റിൻ്റെ കളക്ഷൻ, ഓക്കെ, അതിൻ്റെ ഡിസ്പോസൽ, റീസൈക്ലിംഗ്, അതിൻ്റെ സെഗ്രിഗേഷൻ, ചിലപ്പോൾ പാർട്ടുകളൊക്കെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിനെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിട്ട് എടുക്കണം? ഗ്രീൻ ഡിസ്പോസലായിട്ട് ചെയ്യണം. ക്ലിയർ. അതർവൈസ് ചിലപ്പോൾ നമ്മൾ ആക്രി സാധനങ്ങൾ പോലെ എന്ത് ചെയ്യും? ഇതൊക്കെ വിൽക്കും. ചിലപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. ക്ലിയർ. ഇപ്പം ഇതിനെ സംബന്ധിച്ച് കുറച്ച് ഒരു വർഷം 2 വർഷം മുമ്പൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ. നമ്മുടെ രാജ്യത്ത് തന്നെ പല കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ. ഡൽഹിയിൽ ഒരു ആക്രി കച്ചവടക്കാരൻ, അദ്ദേഹം ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തിട്ട് വിൽപ്പന ചെയ്യുന്നതിന് ഒരാൾ, അത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റേഡിയേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, റേഡിയേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു ഇത് വേസ്റ്റായിട്ട് വന്നപ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്തവർ. അതെന്ത് ചെയ്തു? അവർ എടുത്തു കൊണ്ടുപോയി. അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇരുമ്പ് എടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന സമയത്ത് എന്തായി? ഇയാൾക്ക് റേഡിയേഷൻ എഫക്റ്റ് ഉണ്ടായി, അയാൾ ബേൺ ആയി. ബേൺ മീൻസ് അവരുടെ സ്കിന്നൊക്കെ റേഡിയേഷൻ ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഗ്രീൻ ഡിസ്പോസലിനൊരു പ്രോട്ടോക്കോളാണ്. ക്ലിയർ. ഹൗ ദി വേസ്റ്റ് വിൽ ബി കളക്റ്റഡ്, ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് ഡിസ്പോസ്ഡ്. ഓക്കെ. ഗ്രീൻ ഡിസൈൻ, പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഗ്രീൻ ഡിസൈൻ കൊണ്ടുവരണം. ക്ലിയർ. സോ എങ്ങനെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉള്ള രീതിയിൽ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ അതിനാണ് ഗ്രീൻ ഡിസൈൻ. ഓക്കെ. ദെൻ ഗ്രീൻ മാനുഫാക്ചറിങ്.
ഈ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഈ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഗ്രീൻ മാനുഫാക്ചറിങ്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിങ്ങിൻ്റെ ആസ്പെക്ട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിങ്, ഒന്ന് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റിയാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമ്പർ 2 ഈസ് ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ക്ലിയർ? നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? സോ ദാറ്റ് ഈസ് ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദെൻ കോസ്റ്റ് സേവിങ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഗ്രീൻ എഫിഷ്യൻ്റ് ആയുള്ള എനർജി സ്റ്റാർ റേറ്റഡ് ആയുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വന്നാൽ പോലും അതിൻ്റെ യൂസേജ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലേ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കും, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒരു ഡിവൈസ് വാങ്ങിച്ച് 5 വർഷം കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യുന്നതും അല്ലേ, ഒരു ഡിവൈസ് വാങ്ങിച്ചത് 10 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്യായിരിക്കും, നമുക്ക് സേവ് ചെയ്യാനായിരിക്കും പറ്റുക. അപ്പോൾ അതാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ? ഇംപ്രൂവ്ഡ് കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ ഇമേജ്. ക്ലിയർ? കോർപ്പറേറ്റ് ഇമേജ് അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കമ്പനികളൊക്കെ ഗ്രീൻ പ്രോഡക്റ്റാണ് ഇറക്കുന്നതെങ്കിൽ അല്ലേ, അത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഗ്രീൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആണ് ഇറക്കുന്നതെങ്കിൽ എനർജി എഫിഷ്യൻറ്റ്, എനർജി സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഡിവൈസുകളാണ് ഇറക്കുന്നതെങ്കിൽ അല്ലേ, അത്തരം കമ്പനികളുടെ ഇമേജ് എന്തായിരിക്കും, കൂടും അല്ലേ, റെപ്യൂട്ടേഷൻ കൂടും. അപ്പോൾ അവർക്കൊരു കോർപ്പറേറ്റ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സോഷ്യൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്തായിട്ട് വരണം, തിയററ്റിക്കലി പറയുന്നതിനേക്കാളും അല്ലേ, തിയററ്റിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും, തിയററ്റിക്കലി അതിനെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിനേക്കാളും എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ക്ലിയർ? അതിനെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഓക്കെ, നടപ്പിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആക്ഷനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കമ്പ്യൂട്ടിങ്ങിൽ ആവശ്യമായുള്ള മാറ്റം വരുത്തണം. ക്ലിയർ? സോ ബെറ്റർ എക്സാമ്പിൾ അല്ലേ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്താ, അവർ പ്രീവിയസ് മോണിറ്റർ അല്ലേ, കമ്പ്യൂട്ടർ ഡിസ്പ്ലേ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മോണിറ്റർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, അപ്പോൾ LCD ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ CRT ഡിസ്പ്ലേ ആകുമ്പോൾ CRTയിൽ ഉണ്ടാകുന്ന കൺസംഷൻ്റെ വളരെ കുറച്ച് മാത്രമേ ഇലക്ട്രിസിറ്റി LCDയിൽ വരുന്നുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ്, മറ്റുള്ള കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഡിവൈസ്, TV അല്ലേ, ടെലിവിഷൻ തന്നെ. നേരത്തെ ആണെങ്കിൽ നമുക്ക് CRT ഡിസ്പ്ലേ, CRT അല്ലേ ഉള്ള പിക്ചർ ട്യൂബുള്ള TV ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം എന്താ എല്ലാവരും LCD LED മാറിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ ബൾബ്, നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസ് എടുത്ത് നോക്കുക അല്ലേ, നേരത്തേക്കാണെങ്കിൽ നമുക്ക് ഇൻകാൻഡസെൻ്റ് ലാമ്പാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതിനൊക്കെ ഇപ്പോൾ മാറിയിട്ട് എന്തായി, ഫ്ലൂറസൻ ലാമ്പ് വന്നു, പിന്നീട് LED വന്നു അല്ലേ. ഇപ്പം നമുക്ക് LED ആണ് അല്ലേ, LED ബൾബുകളാണ് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? CFL ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ LED ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് എ പ്രാക്ടീസ്. ഇങ്ങനെ ഒരു പ്രാക്ടീസായിട്ട് മാറുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ KSEB തന്നെ ഗ്രീൻ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, LED ബൾബുകൾ അല്ലേ കുറഞ്ഞ ചിലവിൽ വിതരണം ചെയ്യുന്നു, വീടുകളിൽ തന്നെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിലും ഒട്ടനവധി ചേഞ്ചസും, ഡിസൈൻ ചേഞ്ചസും, പ്രോഡക്റ്റ് ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പ്രാക്ടീസ്.